നാം ചന്ദ്രനുണ്ടാക്കുന്ന എല്ലാ യോഗങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ചന്ദ്രനുണ്ടാക്കുന്ന ഒരു ദുർബലമായ യാതൊരു ഗുണവും ഒരു വ്യക്തിക്ക് നൽകാത്ത ഒരു യോഗം, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കേമദ്രുമ യോഗം എന്ന യോഗം ദാരിദ്ര്യ യോഗമാകുന്നു. രാജാവിൻ്റെ വംശത്തിൽ ജനിച്ചാലും കേമദ്രുമ യോഗമുണ്ടെങ്കിൽ അയാൾ നിസ്വനാകും, ഒന്നുമില്ലാത്ത ആളാകും. എങ്ങനെയാണ് ഈ കേമദ്രുമ യോഗം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കണം. ചന്ദ്രൻ്റെ 2-ലും 12-ലും ഒരു ഗ്രഹങ്ങളും ഇല്ലാതിരിക്കുന്ന അവസ്ഥയെയാണ് കേമദ്രുമ യോഗമെന്ന്, ഈ ദാരിദ്ര്യയോഗമെന്ന് പറയുന്നത്. കേമദ്രുമ യോഗത്തിൻ്റെ ഫലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കേമദ്രുമേ മലിന ദുഃഖിത നീച നിസ്വ പ്രേഷ്യ ഖലശ്ച നൃപതേരവി വംശജാത. ഇദ്ദേഹം രാജാവിൻ്റെ വംശത്തിൽ ജനിക്കുകയാണെങ്കിലും കേമദ്രുമ യോഗത്തിൽ ജനിക്കുകയാണെങ്കിൽ മലിനഹ, ഇയാൾ വളരെയധികം മലിനനാകുന്നു, ആകെ ശരീരത്തിനെ ശ്രദ്ധിക്കില്ല. ദുഃഖിത, എപ്പോഴും ദുഃഖിതനായിരിക്കും. നീച, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങളിലൊക്കെ ഇദ്ദേഹം എടുത്തു ചാടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. നിസ്വഹ, തനിക്ക് ധനം കൈവിട്ടു പോകും തന്നെ. നിർഗതം സ്വം യസ്യസഹ, തന്നെ തൻ്റെ സമ്പത്തൊക്കെ കൈവിട്ടു പോകും. നൃപതേരവി വംശജാത, ഇദ്ദേഹം രാജാവിൻ്റെ വംശത്തിൽ ജനിച്ച ആളാണെങ്കിൽ പലരെയും നാം കാണാറുണ്ട്. കേമദ്രുമയോഗമുള്ള വ്യക്തിക്ക് അദ്ദേഹം വലിയ ആഡംബരവും വലിയ രീതിയിൽ ജീവിക്കും. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്ന എത്രയോ ജാതകങ്ങൾ നാം കാണാറുണ്ട്. അതിന് മിക്കവാറും ഈ കേമദ്രുമയോഗം തന്നെയായിരിക്കാം ഫലം. അതിനാൽ നിങ്ങൾ ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. കേമദ്രുമയോഗം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം നിങ്ങൾ കണ്ടേ മതിയാവുകയുള്ളൂ. അതിന് പരിഹാരമായി മക്കളുടെ പേരിലൊക്കെ എല്ലാ മാസവും ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് സാമ്പത്തികമായി അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. തൻ്റെ ജാതകത്തിൽ അവസരങ്ങൾ ഇല്ലെങ്കിൽ തനിക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ വിവാഹ വിഷയത്തിനോ കേമദ്രുമ യോഗമുള്ള വ്യക്തിക്ക് കഴിയുകയില്ല. അതിന് പരിഹാരമായി തങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ മെച്യൂരിറ്റി പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ ഒരു പരിധിവരെ ഈ കേമദ്രുമ യോഗമുള്ള വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. അതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ സുനഭയോഗമാണോ, അനഭയോഗമാണോ, അതല്ല ദുരുധുരായോഗമാണോ, കേമദ്രുമ യോഗമാണോ എന്ന് മനസ്സിലാക്കണം. ഇവിടെ ചന്ദ്രൻ്റെ 2-ലോ 12-ലോ സൂര്യൻ നിൽക്കാൻ പാടില്ല എന്ന അടിസ്ഥാന തത്വം മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. അടുത്തതായി സെഗ്മെൻറ്റിൽ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് സൂര്യനുണ്ടാക്കുന്ന യോഗങ്ങളാണ്. സൂര്യനുണ്ടാക്കുന്ന വലിയ യോഗങ്ങളുണ്ട്. സൂര്യൻ്റെ 2-ൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വേസിയോഗമെന്നും 12-ൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വാസിയോഗമെന്നും 2-ലും 12-ലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉഭയചരി യോഗമെന്നും പറയുന്നു. നമസ്തേ.